ഒരു സമയം വരെ നമ്മൾ കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ പിന്നീട് നമ്മൾ കുറച്ച് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ വയസ്സ് തന്നെയാണ്. ശരിയല്ലേ? ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അന്നേരം എനിക്ക് 12 വയസ്സേ ഉള്ളെങ്കിൽ ഞാൻ പറയും എനിക്ക് 13 വയസ്സുണ്ട്, എന്നെ ഒരു വർഷം താമസിച്ച സ്കൂളിൽ ചേർത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അന്നേരമൊക്കെ വയസ്സ് കൂട്ടി പറയാൻ ശ്രമിക്കുന്നത് നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും, ഒരു വയസ്സ് കൂട്ടി പറയാൻ ആഗ്രഹിക്കും. എന്നാൽ ഇപ്പം എന്നോട് ആരെങ്കിലും വയസ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 30 കഴിഞ്ഞു, അത് കഴിഞ്ഞടേ, അത്രേ ഉള്ളൂ, കൂടുതൽ ചോദിക്കുമെന്ന് വേറെ അടുത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറയും. പക്ഷേ ഈ 30 കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്നുള്ളത് ഞാൻ പറയത്തില്ല. അപ്പോൾ അത് നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഒരു പരിധി വരെ നമ്മൾ കൂട്ടി പറയാൻ ശ്രമിക്കും ചെറുപ്പത്തിലൊക്കെ, പിന്നീട് അങ്ങോട്ട് നമ്മൾ കുറച്ച് പറയാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആ ചോദ്യം തന്നെ ഒഴിവാക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ വയസ്സ് പരീക്ഷകൾക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. എല്ലാ പരീക്ഷകളും ഈ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുമുണ്ട്. വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുന്നതിന് നമ്മൾ കൂടുതൽ പുതിയ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞു തരാനില്ല, തിയറി പാർട്ടായിട്ട് ഒന്നും പറഞ്ഞു തരാനില്ല. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ചില ടൈപ്പ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യും. പിന്നെ നമ്മുടെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റേഷ്യോയിലെ ചോദ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഒരു 3 ചോദ്യങ്ങൾ ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത്. ചെറിയൊരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ഉദാഹരണത്തിലൂടെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. The age of father 3 years ago was 8 times the age of his son. Presently the father's age is 5 times that of the son. Find their present ages. അതായത് 3 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങാണ്. 3 വർഷം മുൻപ് മകൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങ് പ്രായമുണ്ട് അച്ഛന്. ഇപ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങുമാണ്. എങ്കിൽ ഇപ്പോൾ ഇവരുടെ വയസ്സ് എത്ര? അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് എക്സ് ഉപയോഗിച്ച് ചെയ്യും. ഞാൻ ഈ എക്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. വേണമെങ്കിൽ എനിക്ക് അതുകൂടെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കുറച്ചുകൂടെ കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, എക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്നിവിടെ വേറൊരു ടെക്നിക്കാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇങ്ങോട്ട് നോക്കിക്കോടാ, ഫാദറും സണ്ണും, അച്ഛനും മകനും. ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ പ്രസന്റ് ഏജ് തന്നിട്ടുണ്ടോ, നമ്മുടെ ചോദ്യത്തിൽ ഇപ്പോഴത്തെ വയസ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ദി ഏജ് ഓഫ് ഫാദർ 3 years ago. അപ്പം 3 വർഷം മുൻപ്, ഞാൻ ഈ -3 എന്ന് എഴുതിയത് 3 വർഷം മുമ്പെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 8 times the age of his son. അതായത് മകന്റെ വയസ്സ് എത്രയാണോ അതിന്റെ 8 മടങ്ങ്. ഇങ്ങനെയല്ലേ ഇവിടെ എഴുതുന്നത്, 8:1. അപ്പോൾ എപ്പോഴും വലുത് ഫാദറിനായിരിക്കണം. ബയോളജിക്കലി മറ്റൊരു ഇമ്പോസിബിൾ ആണ്. മകന് എപ്പോഴും അച്ഛനേക്കാളും പ്രായം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 3 വർഷം മുൻപ് എത്രയാണ് അച്ഛനും മകനും തമ്മിലുള്ള വയസ്സിൻ്റെ റേഷ്യോ 8:1. എങ്ങനെ അത് കിട്ടിയത്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മകൻ്റെ വയസ്സിൻ്റെ 8 മടങ്ങ് പ്രായമുണ്ട് അച്ഛനും. അതായത് മകൻ 1 വയസ്സുണ്ടെങ്കിൽ അച്ഛന് 8 വയസ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങുമാണ്. ഇപ്പോഴെന്ന് പറയുമ്പോൾ പ്രസൻറ്റേജ്, അറ്റ് പ്രസൻറ്റ്, ഞാൻ അതിനെ P എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം എത്രയാണ്, മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങ് പ്രായമുണ്ട്. അപ്പോൾ മകൻ്റെ വയസ്സിനെ 1 എടുത്താൽ അച്ഛൻ്റെ വയസ്സിനെ എത്ര ആയിട്ട് എടുക്കുക, 5 എടുക്കുക. എടാ ഈ 2 റേഷ്യോ മാത്രം മതി നമുക്ക് ഈ ചോദ്യം വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതാ നോക്കിക്കോ. എടാ ആദ്യം നോക്കേണ്ടത് ഈ 2 കാലഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ടൈം പീരീഡ് തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന വർഷത്തിൽ നിന്ന് 3 വർഷം മുന്നോട്ട് പോകണം. അപ്പം ആ ഗ്യാപ്പ് എത്ര, 3 ഇൻറ്റു നമുക്കൊരു പ്രസന്റ് റേഷ്യോയും കാണും അല്ലാത്തൊരു റേഷ്യോയും കാണും. ഏതാടാ, നമുക്കൊരു പ്രസന്റ് റേഷ്യോയും കാണും അല്ലാത്തൊരു റേഷ്യോയും കാണും. ആ പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. എടാ പ്രസന്റ് റേഷ്യോയും കാണും അതല്ലാത്തൊരു റേഷ്യോയും കാണും. അപ്പോൾ പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കുക. എത്ര, 8ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും മക്കളെ, 7. ഡിവൈഡഡ് ബൈ, എടാ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും, പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. എടാ ഈ 8നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക, 8 × 1 8. ഈ 5നെ ഈ 1 കൊണ്ട് ഗുണിക്കുക, എത്ര, 5 × 1 5. എടാ 8ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും, 3. എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 3 എന്താണ്, ഈ 3 എന്തായിരുന്നു, ഗ്യാപ്പ്, ഈ ഇയർ തമ്മിലുള്ള ഗ്യാപ്പ്. ഈ 7 എന്തായിരുന്നു, പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ്. ഈ 3 എന്തായിരുന്നു, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അത് തമ്മിലുള്ള ഡിഫറൻസ്. വലുതിന് ചേർത്ത് കുറച്ചാൽ മതി കേട്ടോ, മൈനസും പ്ലസും ഒന്നും വേണ്ട. അപ്പം 3. എടാ ഇനി ഇത് തമ്മിൽ വെട്ടിപ്പോത്തില്ലേ, പോയിട്ട് നമുക്ക് എത്ര കിട്ടും, 7. സംഭവം കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എടാ ഈ 7 കൊണ്ട് പ്രസന്റ് റേഷ്യോനെ അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പം അച്ഛൻ്റെ വയസ്സ് എത്ര, അപ്പം അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ റേഷ്യോ എത്ര കിടക്കുന്നത്, 5 അല്ലേ. അപ്പോൾ ഈ 5നെ എന്ത് ചെയ്താൽ മതി, 7 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. 5 × 7
35. അതായത് ഈ കിട്ടിയ 7 നിങ്ങൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവോ? പ്രസന്റ് റേഷ്യോ കൊണ്ട് ഗുണിച്ചോണം. ഇവിടെ കിട്ടിയ ഒരു ആൻസർ ഇല്ലേ 7, ആ 7നെ എവിടെ ഇട്ട് ഗുണിച്ചോണം? പ്രസന്റ് റേഷ്യോയിലിട്ട് ഗുണിച്ചു. അല്ല മറ്റേ റേഷ്യോയിലിട്ട് ഗുണിക്കരുത്, അതർ ദാൻ പ്രസന്റ് റേഷ്യോയിലിട്ട് ഗുണിക്കരുത്, പ്രസന്റ് റേഷ്യോയിലിട്ട് ഗുണിക്കും. അപ്പോൾ ഫാദറിന്റെ വയസ്സ് എത്ര? ഫാദറിന്റെ റേഷ്യോ എത്ര? 5. 5നെ 7 കൊണ്ട് ഗുണിച്ചാൽ 35. സണ്ണിന്റെ എത്ര? 1. 1നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്രടാ? 7. അപ്പോൾ ഫാദറിന് എത്ര വയസ്സ്? 35 വയസ്സ്. സണ്ണിന് എത്ര വയസ്സ്? 7 വയസ്സ്. അപ്പോൾ അച്ഛന് 35 വയസ്സും മകന് 7 വയസ്സും. ശരിയാണോ? യെസ്, 35 വയസ്സും 7 വയസ്സും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ 4 years ago A's age was 9 times the age of B. 6 years hence A's age will be 4 times B's age. Find their present ages. ഇങ്ങോട്ട് നോക്കിക്കേ. 4 വർഷം മുൻപ്, പേടിക്കണ്ട കറണ്ട് പോയതാ. 4 വർഷം മുൻപ്, ഇടയ്ക്ക് ഇതിവിടെ സ്വാഭാവികമാണ്, കറണ്ട് വരും പോകും, നമ്മുടെ ക്ലാസ്സിനെ ഒന്നും ബാധിക്കത്തില്ല. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സാധനം കാണാൻ പറ്റും. എന്തുവാണ്? സ്ക്രീൻ. അത് കാണുക. ഓക്കെ, കറണ്ട് വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. 4 വർഷം മുൻപ് എന്താ സംഭവിച്ചേ? A's age was 9 times the age of B. അപ്പം എയും ബിയും തമ്മിലുള്ള റേഷ്യോ 4 വർഷം മുമ്പ് വന്നല്ലോ. 4 വർഷം മുൻപ് എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 4 years ago A's age was 9 times the age of B. ബിയുടെ വയസ്സിന്റെ 9 മടങ്ങ്. അപ്പോൾ ബിക്ക് 1 ആണെങ്കിൽ എക്ക് എത്ര ആയിരിക്കും? 9. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? 6 years hence എന്ന് പറഞ്ഞാൽ എന്താ? 6 വർഷം കഴിയുമ്പോൾ എന്താണ്? എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. അതായത് ബിക്ക് 1 ഉണ്ടെങ്കിൽ എക്ക് എത്ര ആയിരിക്കും? 4. അപ്പോൾ എത്ര കിട്ടിയടാ? 4:1. അപ്പം ഈ ചോദ്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ച ടെക്നിക്കിനകത്തിൽ നമുക്ക് എന്തോ വേണോടാ? പ്രസന്റ് റേഷ്യോ ചോദ്യത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രസന്റ് റേഷ്യോ ഉണ്ടോ ചോദ്യത്തിൽ? ഇല്ല. അപ്പോൾ പ്രസന്റ് റേഷ്യോ ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനെ പ്രസന്റ് റേഷ്യോ ആയിട്ട് അങ്ങ് എടുക്കുക. ഇപ്പം ഞാൻ ആദ്യത്തേതിനെ പ്രസന്റ് റേഷ്യോ ആയിട്ട് അങ്ങ് എടുത്തു, ഇതിനെ പ്രസന്റ് റേഷ്യോ ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? പഴയതുപോലെ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ 2 ടൈം പീരീഡും തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ ആദ്യം എടുക്കണ്ടേ? അപ്പോൾ 4 വർഷം മുൻപ് 6 വർഷത്തിന് ശേഷം ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എന്ന് എടുക്കുകയാണെങ്കിൽ തെറ്റാ. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇതാ നോക്കിക്കോ, ഇപ്പോൾ 2024 അല്ലയോ? അതെ, 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എത്രടാ? 2020. 6 വർഷം കഴിയുമ്പോൾ എത്ര ആയിരിക്കും? 2024 6 കൂട്ടി എത്ര? 2030. അപ്പോൾ ഈ ഇയർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? അതായത് ഈ 2 ടൈം പീരീഡ് തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 10 വർഷം. എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസും പ്ലസും നോക്കണ്ട, ഇത് തമ്മിൽ മൈനസും പ്ലസും ആണ് വരുന്നതെങ്കിൽ 2ഉം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ഗ്യാപ്പ് എത്ര കിട്ടുക? 10 വർഷം ഇൻറ്റു ബാക്കി പഴയ പോലെ തന്നെ പ്രസന്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ്. ഇവിടെ നമുക്ക് പ്രസന്റ് റേഷ്യോ ഇല്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആദ്യത്തെ റേഷ്യോനെയാണ്. സോ അതല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടൂടാ? 3 ഡിവൈഡഡ് ബൈ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ്. ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 9നെ 1 കൊണ്ട് ഗുണിക്കുക 9, 4നെ 1 കൊണ്ട് ഗുണിക്കുക എത്ര കിട്ടും? 4. 9ൽ 4 കുറച്ചാൽ എത്ര കിട്ടും മക്കളെ? 5. 5 കൊണ്ട് ഇതിനെ ഹരിക്കുക എത്ര കിട്ടുന്നു? 6 കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഈ കിട്ടിയ 6നെ പ്രസന്റ് റേഷ്യോയിലിട്ട് ഗുണിക്കണം. പ്രസന്റ് റേഷ്യോ, നമുക്ക് പ്രസന്റ് റേഷ്യോ ഇല്ല, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പ്രസന്റ് റേഷ്യോ എന്ന് എടുത്തേക്കുന്ന റേഷ്യോ ഏതാ? ഈ 9:1 അല്ലയോ? അതെ. അപ്പോൾ ഈ 9:1നെ ഈ 6 കൊണ്ട് അങ്ങ് ഗുണിക്കുക. 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? 9 × 6 54. 6 × 1 6. ശരിയാണോടാ? ശരിയാണോ? ശരിയായിരുന്നു 4 വർഷം മുമ്പ്. കാരണം നമ്മൾ 4 വർഷം മുമ്പത്തെ റേഷ്യോനെയാണ് പ്രസന്റ് റേഷ്യോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 വർഷം മുമ്പ് ഇത് ശരിയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ റേഷ്യോ എത്ര? ഇപ്പോഴത്തെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 4 വർഷം മുമ്പ് 54 ആണെങ്കിൽ ഇപ്പോഴത്തേത് കണ്ടുപിടിക്കാൻ 4 കൂട്ടുക. 4 വർഷം മുൻപ് 6 ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തേത് കണ്ടുപിടിക്കാൻ 4 കൂട്ടുക. അപ്പോൾ 54 4 58, 6 4 10. അപ്പോൾ എത്രയൊക്കെയാണ്? 58 10 എന്ന് കിട്ടും. എക്ക് 58 വയസ്സ്, ബിക്ക് 10 വയസ്സ്. ശരിയാണോ? യെസ്. എക്ക് 58 വയസ്സ്, ബിക്ക് 10 വയസ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, ഈ രണ്ടാമത്തെ റേഷ്യോ പ്രസന്റ് റേഷ്യോ ആയിട്ട് എടുത്താൽ കിട്ടുമോ? തീർച്ചയായും കിട്ടും. അതുകൂടെ നോക്കാം നമുക്ക്. നമുക്ക് റേഷ്യോ എത്ര? A:B. ആദ്യം 4 വർഷം മുമ്പ് റേഷ്യോ എത്ര? 9:1. പിന്നെ 6 വർഷം കഴിഞ്ഞ് 4 ടൈംസ് അല്ലേ? സോ 4:1.
1. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ റേഷ്യോനെയാണ് പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോഴും ഗ്യാപ്പിൽ വ്യത്യാസമില്ല, 10 തന്നെ ഇൻറ്റു ക്രോസ് പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ്. നമ്മൾ ഇതിനെ അല്ലയോ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 9 ൽ നിന്ന് 1 കുറച്ച് 8 ഡിവൈഡഡ് ബൈ എന്താണ് ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ്. അതിനും വ്യത്യാസം വരത്തില്ല. 9 × 1 9, 4 × 1 4, എത്ര കിട്ടും? 5. 5 ഇവിടെ എഴുതുന്നു, 5നെ 10 കൊണ്ട് കട്ട് ചെയ്യുന്നു, എത്ര കിട്ടുന്നടാ? 16 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ 16നെ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മൾ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് എടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എയുടെയും ബിയുടെയും പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഏതാണ്? 4:1 ആണ്. പക്ഷെ അത് ഓർത്തോണം, ശരിക്കും അത് 6 വർഷം കഴിഞ്ഞുള്ളതാണെന്ന് ഓർത്തോണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 4:1നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടിനെയും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16 × 4 64, 16 × 1 16. ശരിയാണോ? ശരിയാകും. എത്ര വർഷം കഴിയുമ്പം? 6 വർഷം കഴിയുമ്പം. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യണം? 6 വർഷം കുറയ്ക്കണം 2ൽ നിന്നും, അല്ലേ? അപ്പോൾ എത്ര കിട്ടൂടാ? 58 10. കണ്ടോ? അപ്പോൾ ഏത് റേഷ്യോ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് അസ്യൂം ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് റേഷ്യോയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏജസിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. സോ കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒരച്ഛൻ മകനോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണടാ നീ ജനിച്ചത്. അച്ഛൻ ഇപ്പോൾ 38 വയസ്സാണെങ്കിൽ 5 വർഷം മുൻപുള്ള മകന്റെ വയസ്സ് എത്ര? ഇപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന ഒരു മകനോട് അച്ഛൻ ഇപ്രകാരം പറയുകയാണ്: മോനെ, നീ അവിടെ നിന്ന്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ മകനെ, നിനക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടോ ആ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ഉണ്ടായത്. അപ്പം ഈ ചെറുക്കൻ വിചാരിക്കും, ദൈവമേ, എൻ്റെ അച്ഛന് ഇത് എന്ത് പറ്റി? എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ അച്ഛനെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം എന്ന് ഇവൻ പറയും. പക്ഷേ ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പം ഈ ചോദ്യമൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതൊക്കെ ഇപ്പം എന്താ ഞാൻ ഇതിനൊക്കെ പറഞ്ഞു തരണ്ടേ? എടി ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ച്. സപ്പോസ് ഇപ്പം അതിനകത്തിൽ പറയുന്ന ആ അച്ഛൻ ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ മകനോടാണ് ഈ ഡയലോഗ് പറയുന്നത്. അപ്പോൾ സപ്പോസ് എനിക്കിപ്പം ഒരു 25 വയസ്സുണ്ടെന്ന് വിചാരിച്ചാൽ മതി, അത്രയൊന്നും ഇല്ല. ഒരു 25 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ഈ 25 വയസ്സുള്ള എനിക്ക് ഈ ഡയലോഗ് എപ്പോൾ പറയാൻ പറ്റും? 25 വയസ്സുള്ള എനിക്ക് ഈ ഡയലോഗ് എൻ്റെ മകനോട് എപ്പോൾ പറയാൻ പറ്റും? എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കണം. എൻ്റെ ഭാര്യ ഇന്ന് പ്രസവിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ അടുത്ത വർഷം എനിക്ക് പറയാൻ പറ്റുമോ? അടുത്ത വർഷമാകുമ്പോൾ ഈ കുഞ്ഞിന് 1 വയസ്സേ ആവത്തുള്ളൂ. 1 വയസ്സുള്ള കുഞ്ഞിനെ നോക്കി എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ പ്രായം നിനക്കുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ മകനാണെന്ന്? ഇല്ല, കാരണം കുഞ്ഞിന് 1 വയസ്സേ ആയിട്ടുള്ളൂ. 1 വയസ്സിൽ കുട്ടി ഉണ്ടാവത്തില്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ എത്ര വർഷം കാത്തിരിക്കണം? 25 വർഷം കാത്തിരിക്കണം. കാരണം ഈ കൊച്ചിന് 25 വയസ്സാവണം. കാരണം എൻ്റെ 25 വയസ്സിലുണ്ടായ മകനാണ്. എൻ്റെ 25 വയസ്സിലുണ്ടായ മകനോട് എനിക്ക് ഈ ഡയലോഗ് പറയണമെങ്കിൽ അവൻ 25 വയസ്സാകുന്നവരെ ഞാൻ കാത്തിരിക്കണം. അപ്പം എൻ്റെ വയസ്സ് എത്രയായി? 25 വയസ്സിലാണ് കുട്ടി ഉണ്ടായത്. 25 വർഷം ഞാൻ കാത്തിരുന്നു. അപ്പോൾ എനിക്ക് എത്ര വയസ്സായി? 50 വയസ്സായി. അതായത് സ്വന്തം വയസ്സിൻ്റെ പകുതി പ്രായമുള്ള ഒരു മകനോടെ ഈ ഡയലോഗ് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ സ്വന്തം വയസ്സിൻ്റെ പകുതി പ്രായമുള്ള ഒരു മകനോടെ ഈ ഡയലോഗ് പറയാൻ പറ്റത്തുള്ളൂ. കാരണം 50 വയസ്സാകുമ്പോൾ എൻ്റെ മകന് 25 വയസ്സ്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് അവനോട് പറയാം, നിന്റെ പ്രായം ഇപ്പോൾ 25 എനിക്ക് 25 ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ മകനാണ് നീ എന്ന് എനിക്ക് പറയാം, അല്ലേ? അപ്പോൾ 38 വയസ്സ് അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഈ ഡയലോഗ് പറയുന്നത് എത്ര വയസ്സുള്ള മകനോടായിരിക്കും? 19 വയസ്സുള്ള മകനോടായിരിക്കും. അപ്പോൾ മകൻ്റെ വയസ്സ് എത്ര? 19. 5 വർഷം മുമ്പ് എത്ര ആയിരിക്കും? 19 - 5 എത്ര കിട്ടൂടാ? 14. വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക. മകൻ്റെ വയസ്സ് X ആണെന്നിരിക്കട്ടെ. X വയസ്സായ ഈ മകനോട് ഈ അച്ഛൻ ഈ ഡയലോഗ് പറയണമെങ്കിൽ അച്ഛൻ്റെ വയസ്സ് അച്ഛൻ്റെ X വയസ്സിലാണല്ലോ മകൻ ഉണ്ടായത്. അപ്പോൾ അച്ഛൻ്റെ X വയസ്സിൽ മകനുണ്ടായി. എന്നിട്ട് മകൻ X വയസ്സാവാൻ അച്ഛൻ കാത്തിരിക്കണമെങ്കിൽ വീണ്ടും ഒരു X വർഷങ്ങളിലൂടെ കാത്തിരിക്കണം. അപ്പോൾ 2X ആയിരിക്കും അച്ഛൻ്റെ പ്രായം 38. അപ്പോൾ X ആയിരിക്കും മകൻ്റെ പ്രായം 19. ഇതിങ്ങനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സ്വന്തം വയസ്സിൻ്റെ പകുതി പ്രായമുള്ള ഒരു മകനോട് ഈ ഡയലോഗ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 38ൻ്റെ പകുതി 19 ആയിരിക്കും. 5 വർഷം മുൻപ് അത് എത്രയായിരിക്കും? 14 വയസ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 19 വയസ്സിൽ കുട്ടി ഉണ്ടാവുമോ എന്ന്. 19 വയസ്സിൽ കുട്ടി ഉണ്ടാവുമെന്നൊക്കെ ഉള്ളത് അവരുടെ കുടുംബകാര്യം. നമ്മൾ അവരുടെ കുടുംബത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എത്രയാണെന്ന് ചോദിച്ചാൽ 14 വയസ്സ്. അപ്പോൾ ഏജസുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 3 ചോദ്യങ്ങളൊന്നും ആവുന്നില്ല എന്ന് എനിക്കറിയാം. കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്കിനിയും അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.